ഒരു കുട്ടി ജീവിതത്തിൽ ആദ്യമായി നടന്നു തുടങ്ങുമ്പോൾ കൂടെയുള്ളവരെല്ലാവരും തന്നെ ആ കുട്ടിയുടെ ഓരോ സ്റ്റെപ്സും വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ പിന്നീട് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഇവർ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു കരുതലുണ്ടോ? നിങ്ങളുടെ കരിയറിൻ്റെ ഓരോ സ്റ്റെപ്സിനും കരുതലായി ന്യൂസ് 18 അവതരിപ്പിക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് സംസാരിക്കാനൊരവസരം കിട്ടിയത്. അപ്പോഴാണ് മനസ്സിലായത് കോർപ്പറേറ്റിൽ നല്ലൊരു ജോലിയിൽ ഇരിക്കുകയും പിന്നീട് കുട്ടി ഉണ്ടായ സമയത്ത് ഒരു കരിയർ ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്ന്. പക്ഷേ ഇപ്പോൾ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി. പക്ഷേ ജോലിക്ക് റീജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആശങ്കയാണ്. ഇനിയൊരു നല്ല ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവായിട്ട് എനിക്ക് തോന്നി. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം ലിറ്ററസി റേറ്റിൽ വളരെ മുന്നിലാണ് അല്ലേ? ഇതിൽ മെയിൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഒരു 96% ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 91%. ഒരു 5% ഡിഫറൻസേ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ കേരളത്തിലെ ഒരു ലേബർ ഫോഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് പോപ്പുലേഷനിൽ കൂടുതലും ആണുങ്ങളാണ്. അതായത് 70% ആണുങ്ങളാണ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാഹചര്യം, സ്ത്രീകളുടെ സാഹചര്യമാണ് ഇതിൻ്റെ കാരണം. നമ്മളുടെ സമൂഹത്തിൽ ഒരു ട്രഡീഷണൽ എക്സ്പെക്റ്റേഷനുണ്ട്. വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് വർക്കിൻ്റെ മേജർ പോർഷൻ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം സ്ത്രീകളുടെ കൈകളിലാണ്. റീസൺ എന്ത് തന്നെ ആയാലും കരിയർ ബ്രേക്ക് വന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ, ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ നിങ്ങളെ ഇന്ന് ഹയർ ചെയ്യുന്നുണ്ട്. കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകളെ ഹയർ ചെയ്യുന്ന മേജർ കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്നത്. 12 മാസമോ അതിൽ കൂടുതലോ ബ്രേക്ക് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ആമസോൺ നിങ്ങൾക്കായി ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേര് റീകിൻഡിൽ എന്ന് പറയുന്നതാണ്. ആമസോണിൻ്റെ റീകിൻഡിൽ വഴി അവർ കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകളെ ട്രെയിൻ ചെയ്യിക്കുകയും അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആമസോൺ മാത്രമല്ല, വേറെയും കമ്പനികൾ കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾക്ക് കേട്ടുപരിചയമുള്ളൊരു കമ്പനിയാണ് TCS എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫോസിസും കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അക്സെഞ്ചറും ഈ അവസരം സ്ത്രീകൾക്കായി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻഫോസിസ് കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകളെ എടുക്കുന്ന പ്രോഗ്രാമിൻ്റെ പേര് റീസ്റ്റാർട്ട് വിത്ത് ഇൻഫോസിസ് എന്ന് പറയുന്നതാണ്. ഇതിൽ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരുന്നു, കരിയർ ബ്രേക്ക് വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ ട്രെയിൻ ചെയ്ത് അവർക്ക് ജോബ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് റീസ്റ്റാർട്ട് വിത്ത് ഇൻഫോസിസ് എന്ന് പറയുന്നത്. ഇനി TCS ആയിക്കോട്ടെ, TCSൻ്റെ പ്രോഗ്രാമിനെ പറയുന്നത് റീബിഗിൻ എന്നാണ്. ഈ റീബിഗിനിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേം ജോബിലേക്കോ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അക്സെഞ്ചറും ഇതേപോലെ തന്നെ കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് കരിയർ റീബൂട്ട് പ്രോഗ്രാം എന്നാണ്. ഈ പറയുന്നതെല്ലാം തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. കോർപ്പറേറ്റ് ജോബിൽ കരിയർ ബ്രേക്ക് വന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സാഹചര്യങ്ങളെ മറന്ന് ടേക്ക് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്.